ബോളിവുഡിൽ നിന്ന് റിലീസായ ഏറ്റവും പുതിയ സ്പൈ മൂവിയാണ് ദുരന്തർ. ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ആദിത്യ ധറാണ്, ഉറിയുടെ ഒക്കെ ഡയറക്ടർ. ആൻഡ് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലൻ മൂവിയാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. 3.5 മണിക്കൂറുണ്ട് ഈ ഒരു മൂവിയുടെ റൺ ടൈം. പക്ഷെ ആ ഒരു റൺ ടൈം നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ടാണ് സ്റ്റോറി പോയിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ആ ഒരു ചെറിയൊരു ലാഗ് നമുക്ക് ടുവേർഡ്സ് എൻഡ് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യും. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ടൈം എവിടെയും ഫീൽ ചെയ്യത്തില്ല. എത്ര വലിയ മൂവിയാണെന്ന് അത്ര നൈസ് ആയിട്ടാണ് മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വാറും കോൺഫ്ലിക്ട്സും അതിനുശേഷമുള്ള പൊളിറ്റിക്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. മെയിൻലി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള കുറച്ച് അറ്റാക്സ് ഉണ്ട്. ആ അറ്റാക്സിന് ശേഷം ഇന്ത്യ ഒരു സ്പൈനെ ആ നാട്ടിലോട്ട് അയക്കുന്നു. ആ ഒരു സ്പൈ അവിടെ പോയിട്ട് ഒരു ടീമിനോട് ജോയിൻ ചെയ്ത് പിന്നീട് അവിടെ നിന്ന് കുറെ സീക്രട്സ് ഒക്കെ ഇന്ത്യയിലോട്ട് അയക്കുന്ന, പിന്നീട് അതിനെതിരെ നടക്കുന്ന ഡിഫൻസും വാറും പൊളിറ്റിക്സ് ഒക്കെയാണ് സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ മെയിൻലി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്ത 3 ഇവന്റ്സ് സംസാരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് 90s പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 2001 പാർലമെന്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു. ആൻഡ് താജ് അറ്റാക്ക്. ഈ ഒരു 3 അറ്റാക്സ് ആണ് സിനിമ മെയിൻലി സംസാരിക്കുന്നത്. ഈ ഒരു 3 അറ്റാക്സും അതിനുശേഷമുള്ള പൊളിറ്റിക്സും വാറും കോൺഫ്ലിക്ട്സും പിന്നീടുള്ള ഇന്ത്യ പാകിസ്ഥാൻ വാർ, അവർ തമ്മിലുള്ള ഒരു ഫൈറ്റും പിന്നീട് പല രാജ്യങ്ങളും ജോയിൻ ചെയ്തും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സിനിമയുടെ മെയിൻ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ ഒരു സിനിമയിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രൺവീർ സിംഗിന്റെ ക്യാരക്ടർ ശരിക്കും മനോജ് ശർമ്മ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആർമി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ സ്പൈ ആയിട്ട് പാകിസ്ഥാനിൽ പോയി കുറെ സീക്രട്സും പിന്നീട് വാറൊക്കെ നടത്തിയിട്ടുള്ള ഒരു സോൾജറാണ്. ആൻഡ് മാധവന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന നാഷണൽ അഡ്വൈസർ ആയിട്ടുള്ള അജിത് ദോവാലിന്റെ ഒരു ക്യാരക്ടറാണ്. സോ ഇങ്ങനത്തെ ഒരുപാട് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ റിയൽ ലൈഫ് ഇവന്റ്സിനെ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ഒരു പോർഷനിൽ താജ് അറ്റാക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു സീക്വൻസിൽ കാണിക്കുന്ന ഓഡിയോസും വിഷ്വൽസ് ഒക്കെ റിയൽ ലൈഫിൽ ആ ഒരു ടൈമിൽ നടന്നിട്ടുള്ള സീക്വൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു സീൻ എത്തുമ്പോൾ ആ ഒരു ടൈമിൽ വാക്കി ടോക്കിൽ സംസാരിച്ച് ആ ഒരു ടെററിസ്റ്റും ആർമീസും അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടായിരുന്ന ടോക്കൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് വർക്കാവാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്ന ഇമോഷണലി സിനിമ പല ഏരിയാസിലും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഉറി എന്ന മൂവി എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ അതിൽ ഇന്ത്യക്കെതിരെ ഒരു അറ്റാക്ക് വരുന്നതും തിരിച്ച് ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അതായത് നമുക്ക് തോന്നും തിരിച്ച് അവന്മാർക്കിട്ട് 2 അടി കൊടുക്കണം അല്ലെങ്കിൽ തിരിച്ചവിടെ പോയി പൊട്ടിക്കണം. ആ ഒരു ഇമോഷൻ ശരിക്കും നല്ല രീതിക്ക് വർക്കായ ഒരു മൂവിയാണ്. ഇതിലോട്ട് വരുമ്പോഴും ഇന്ത്യക്കെതിരെയുള്ള അറ്റാക്ക് വരുന്നുണ്ട്, ഇന്ത്യ തിരിച്ച് റിവെഞ്ചിന് പോകുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇമോഷൻ, അതായത് ആ ഒരു ഇമോഷനുള്ള സ്പേസ് സിനിമയിൽ വളരെ കുറവായിരുന്നു. ഒരുപാട് ആക്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫൈറ്റ് നടത്തുന്നുണ്ട്, അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ സ്പൈനെ വിടുന്നുണ്ട്, ഇതെല്ലാം സിനിമ സംസാരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അതായത് നമുക്കിട്ടൊരു അറ്റാക്ക് കിട്ടുമ്പോൾ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നണം ഈ അറ്റാക്ക് ഇപ്പൊ വേണ്ടതായിരുന്നു, അല്ലെങ്കിൽ തിരിച്ച് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഭയങ്കര കുറവായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് ഇമോഷണലി പല ഏരിയസും ഡൗൺ ആയിട്ട് തോന്നി. ആൻഡ് വേറൊരു കാര്യം, ഇത് ഞാൻ പറഞ്ഞ എനിക്കറിയത്തില്ല എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ള കാര്യം, എന്നാലും ഞാൻ പറയാം. ഈ സിനിമയിൽ സംസാരിക്കുന്ന വെച്ചിട്ട് പാകിസ്ഥാൻ എന്ന ഒരു കൺട്രി മാത്രമാണ് ലോകത്ത് ടെററിസം ചെയ്യുന്നത്, വേറെ ആരും ചെയ്യുന്നില്ല. ഈ ലോകത്ത് എവിടെയെല്ലാം ടെററിസം നടന്നിട്ടുള്ളൂ, എവിടെയൊക്കെ ബോംബ് അറ്റാക്ക് വന്നിട്ടുണ്ടോ, എവിടെയൊക്കെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, അതിന്റെയൊക്കെ റീസൺ പാകിസ്ഥാൻ എന്നാണ് സിനിമയിൽ ഇൻഡയറക്ട്ലി പറഞ്ഞു പോകുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഓക്കെ ഫൈൻ ആണ്. പക്ഷെ അവർ മാത്രമല്ല ഈ ലോകത്ത് ടെററിസം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മാത്രമല്ല നമ്മൾ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർ മാത്രമല്ല ഈ പരിപാടി ചെയ്യുന്നത്. സിനിമയിൽ പല ഏരിയാസിലും അവർ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് ഇപ്പം ഗൺ സപ്ലൈ ആയാലും ശരി, ആ ഒരു ചാവേറിനെ ഇറക്കുന്നതായാലും ശരി, എല്ലാം ടെററിസം എന്ന വാക്കിന് നേരെ നിൽക്കുന്ന പാകിസ്ഥാനാണ്, വേറെ ആരുമല്ല. ആ പാകിസ്ഥാനിൽ മാത്രമാണ് ഈ പരിപാടിയുള്ളത്, വേറെ കൺട്രീസ് ഒക്കെ പക്ക ഡീസന്റ് ആണെന്നുള്ള രീതിക്കാണ് പല ഏരിയാസിലും സംസാരിച്ച് പോയിരിക്കുന്നത്. അത് എനിക്ക് എന്തോ വർക്കായില്ല. കാരണം അവർ മാത്രമല്ല എല്ലാ ആൾക്കാരും ചെയ്യുന്നുണ്ട്, എല്ലാവരും എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്, അല്ലാതെ അവരെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യമില്ല. ആൻഡ് വേറെ വർക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ റൊമാൻസ് ആയിരുന്നു. രൺവീർ സിംഗിന്റെയും സാറ അർജുന്റെ റൊമാൻസ് സീക്വൻസ് സഹിക്കാൻ പറ്റിയില്ല. സ്പൈ ആണ് രൺവീർ സിംഗ്, അതുകൊണ്ട് അവിടെ പോയിട്ട് അവിടെ ഉള്ള ഒരു മിലിറ്ററിയിലുള്ള ഒരാളുടെ മകളുമായിട്ട് റൊമാൻസ് ചെയ്യുന്നു, അവരെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിതം നിൽക്കിയിട്ട് അവിടുത്തെ സീക്രട്സ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് അയക്കുന്നു, ഫൈൻ, അതൊക്കെ ശരിയാണ്, എല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയിൽ അത് കാണിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടൊക്കെ കാണിച്ചു പോകായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ അതിനുവേണ്ടി തന്നെ ഒരു 1.5 മണിക്കൂർ പോകുന്നുണ്ട്. കുറെ പാട്ടും റൊമാൻസും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, അവിടെ റൊമാൻസും പാട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വൻ ഷോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ആക്ഷൻ സീക്വൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര വലിയ കിടിലം ആക്ഷൻ സീക്വൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നോർമലായിട്ട് ഭയങ്കര എടുത്തു പറയാൻ പറ്റുന്ന അങ്ങനെ വലിയ കിടിലം ആക്ഷൻ സീക്വൻസ് ഒന്നും എനിക്ക് ഇവിടെ ഫീൽ ആയില്ല. ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഒരു ഫൈറ്റ് ഉണ്ട്, ഫൈറ്റ് നല്ല ഒരു ടീമിനെതിരെയുള്ള റിവെഞ്ച് അല്ലെങ്കിൽ അവരെ ട്രാപ്പ് ചെയ്യുന്ന കുറച്ച് സീക്വൻസ് ഉണ്ട്, അതൊക്കെ നൈസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ളതൊക്കെ നോർമൽ ആയിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് ആക്ഷൻസ് ഒക്കെ തന്നെയാണ്. മറ്റേ ഗ്രാവിറ്റീനൊക്കെ തോപ്പിച്ചിട്ടുള്ള സ്പേസിലൊക്കെ പോയി അടി ഉണ്ടാക്കിയിട്ട് വരുന്ന ടീംസ് ഒന്നും ഈ സിനിമയിൽ ഇല്ല. അതെനിക്ക് ഭയങ്കര രീതിയിൽ സന്തോഷമായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു എലമെന്റ്, അതായത് നമ്മൾ തലയിൽ കൈ വെച്ച് പോകുന്ന തരത്തിലുള്ള ഗ്രാവിറ്റീനെ പോലും വെല്ലുവിളിച്ചിട്ടുള്ള കുറെ ആക്ഷൻസ് ഉണ്ടല്ലോ, അത് സിനിമയിൽ ഞാൻ എവിടെയും കണ്ടില്ല. ആൻഡ് വയലൻസിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ സിനിമയിൽ അങ്ങനെ വലിയ വയലൻസ് ആയിട്ടൊന്നും ഇല്ല, നോർമൽ ആയിട്ട് കാണുന്ന വയലൻസ് ഒക്കെ തന്നെയാണ്. ആൻഡ് ചെറുതായിട്ട് 2-3 തല പൊട്ടിത്തെറിക്കുന്നതും കൈ വെട്ടി മാറ്റുന്നതും ചെറുതായിട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ, അല്ലാതെ വലിയ വയലൻസ് ഒന്നും ഇല്ല. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും രൺവീർ ആയാലും ശരി, മാധവനായാലും അക്ഷയ് ഖന്ന ആയാലും സഞ്ജയ് ദത്ത് ആയാലും എല്ലാവരും നൈസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എന്നാലും എനിക്ക് ഓവറോൾ സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി മൂവി ആയിരുന്നു. ആ ഒരു വലിയ മൂവിയാണെന്നുള്ള ഒരു ഫീൽ എവിടെയും കിട്ടിയില്ല. കുറച്ച് ഏരിയാസിൽ
ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മൂവി നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അത് നെക്സ്റ്റ് ഇയർ മാർച്ചിലാണ് റിലീസ് ആവുന്നത്. ഓൾറെഡി ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് നമ്മൾ ട്രെയിലറിൽ കണ്ട മിക്ക സീക്വൻസും ആ ഒരു സെക്കൻഡ് പാർട്ട് ഉള്ളതാണ്. ഈ ഒരു സിനിമയുടെ എൻഡിലും ഒരു ചെറിയൊരു ഗ്ലിംസ് പോലെ, ഒരു ടീസർ പോലെ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും കൊള്ളായിരുന്നു കേട്ടോ. രൺവീറിന്റെ ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് പേസിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ കിടിലമായിരുന്നു. നമ്മൾ ഈ ഒരു മൂവിയിൽ കാണാത്ത കുറെ കിടില ആക്ഷൻ സീക്വൻസ് ഒക്കെ ആ ഒരു ഗ്ലിംസിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്ലിംസ് നല്ല രസമായിരുന്നു. സോ എന്തായാലും വെയിറ്റ് ചെയ്യണം ആ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. കാരണം ടീസർ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഒരു എൻറ്റയർ മൂവി കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് ഇതിനേക്കാളും ഒരു അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ വേറെ ലെവലായിരിക്കും എന്ന ആ ഒരു ടീസറിൽ തന്നെ കാണിക്കുന്നുണ്ട്. സോ അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സോ വെയിറ്റിംഗ് ആണ് ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. സോ എന്തായാലും മൂവി ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.